ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തു നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന തുടങ്ങുന്നത്. കോടതി മുറിയിൽ നിന്നും വിധി കേട്ട് കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയ ദിലീപിന്റെ ആദ്യ പ്രതികരണമായിരുന്നു അത്. നടിയെ ആക്രമിച്ചത് ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന് ആദ്യം ഉറപ്പിച്ചു പറഞ്ഞത് നടി മഞ്ജു വാര്യറാണ്. അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച ചലച്ചിത്ര പ്രവർത്തകർ കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ മഞ്ജു ഇക്കാര്യം തറപ്പിച്ചു പറഞ്ഞു. ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന് സംശയം പ്രകടിപ്പിക്കുകയല്ല മഞ്ജു ചെയ്തത്, പകരം നടന്നത് അതാണെന്ന് ഊന്നി പറയുകയായിരുന്നു. ഒരു കാലത്ത് ജനപ്രിയ നായകനെന്ന് വിളിച്ച് സിനിമാ ലോകം ആഘോഷിച്ച നടനാണ് ദിലീപ്. കമലിന്റെ സഹസംവിധായകനായി തുടക്കം. മാനത്തെ കൊട്ടാരം എന്ന സിനിമയിലൂടെ മലയാളത്തിൽ നായകനായി. ആ ചിത്രം ഹിറ്റായതോടെ ദിലീപിന്റെ കരിയർ ഗ്രാഫ് ഉയർന്നു. 3 Men Army, കൊക്കരക്കോ, കല്യാണ സൗഗന്ധികം എന്നിങ്ങനെ ലോ ബജറ്റ് ചിത്രങ്ങളിലൂടെ ഇയാൾ വിജയക്കുതിപ്പ് തുടർന്നു. ലോഹിതദാസ് തിരക്കഥ എഴുതിയ സല്ലാപമായിരുന്നു ദിലീപിന്റെ കരിയറിലെ ടേണിംഗ് പോയിന്റ്. ഈ പുഴയും കടന്ന്, മീനത്തിൽ താലികെട്ട്, പഞ്ചാബി ഹൗസ്, ഈ പറക്കും തെളിക, ജോക്കർ തുടങ്ങിയ ദിലീപ് ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. ഇതിനിടെ മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നടി മഞ്ജു വാര്യറുമായി വിവാഹം. പിന്നീട് മഞ്ജു സിനിമയിൽ നിന്ന് അകലുകയും ദിലീപ് സിനിമയിൽ ശക്തമാവുകയുമായിരുന്നു. നടൻ എന്ന ലേബലിനപ്പുറം നിർമ്മാതാവായും തിയേറ്റർ ഉടമയായും ദിലീപ് മാറി. ചാന്തുപൊട്ട്, കുഞ്ഞിക്കൂനൻ, പച്ചക്കുതിര, സൗണ്ട് തോമ, ചക്രമുത്ത്, മായാമോഹിനി എന്നിങ്ങനെ പരീക്ഷണ ചിത്രങ്ങൾക്കും ഡേറ്റ് കൊടുത്തു. ബോക്സ് ഓഫീസിൽ പണം വാരിയ മീശമാധവൻ ദിലീപിന്റെ താരപദവി ഉയർത്തി. ഹാസ്യത്തിന്റെ മേമ്പൊടിയുമായി എത്തിയ CID മൂസയും വെട്ടവും പാണ്ടിപ്പടയുമെല്ലാം കയ്യടി നേടി. കഥാവശേഷനും കൽക്കട്ട ന്യൂസും പെരുമഴക്കാലവും ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ ഗൗരവമുള്ള വേഷങ്ങളിലെത്തി. ലയൺ, ഡോൺ പോലെയുള്ള ചിത്രങ്ങളിൽ ആക്ഷൻ റോളുകളും ചെയ്തു. അമ്മ സംഘടനയുടെ ധനശേഖരണാർത്ഥം മലയാള സിനിമാ താരങ്ങളെല്ലാം അണിനിരത്തി നിർമ്മിച്ച 2020 എന്ന ചിത്രം സിനിമാ ലോകത്തെ ദിലീപിന്റെ ആധിപത്യം കൂടുതൽ ശക്തമാക്കുന്നതായിരുന്നു. മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവവും അതിന് പിന്നിൽ ദിലീപിന്റെ പങ്കുണ്ട് എന്ന സൂചനകളും പുറത്തു വന്നത്. അതോടെ കേസും വിവാദങ്ങളും ജയിൽവാസവുമായി ജനപ്രിയ നായകൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നു. റിമാൻഡ് കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങിയപ്പോൾ റിലീസായ രാമലീലയെ കേസിന്റെ പേരിൽ പ്രേക്ഷകർ കൈവടിയരുതെന്ന് സംവിധായകൻ അരുൺ ഗോപി അഭ്യർത്ഥിക്കേണ്ടി വന്നു. എന്നാൽ ചിത്രം ഹിറ്റായി. ദിലീപിന്റെ ഇതുവരെയുള്ള സിനിമകളുടെ കണക്കെടുത്താൽ അവസാനത്തെ ഹിറ്റ്. മലയാള സിനിമയുടെ സർവ്വ മേഖലകളിലും തലപ്പത്തുണ്ടായിരുന്ന ദിലീപ് കേസിൽ കുറ്റാരോപിതനായതു മുതൽ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. കേസ് വന്നതോടെ താരസംഘടനയായി അമ്മയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ഇതോടെ മലയാള സിനിമയിൽ അടുപ്പക്കാരിൽ നിന്ന് പോലും ദിലീപ് അകലം പാലിച്ചു. ഈ അകൽച്ച പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിലേക്കും കടന്നതോടെ മലയാള സിനിമാ വ്യവസായത്തിൽ ദിലീപ് തീർത്തും ഒറ്റപ്പെട്ടു. ഫെഫ്കയിൽ നിന്നും നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും ദിലീപിനെതിരെ ശബ്ദമുയർന്നതോടെ ഹിറ്റുകൾ സമ്മാനിച്ച നടൻ ഏറെക്കുറെ ഫീൽഡ് ഔട്ടായി. പൊതുവേദികളിൽ നിന്ന് ഇയാൾ കുറെ കാലം അകന്നു നിന്നെങ്കിലും വീണ്ടും സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി. സിനിമകൾ ഇറങ്ങിയെങ്കിലും സ്ഥിരം പ്രേക്ഷകർ പോലും അയാളെ കൈവിട്ടു. ഒടുവിൽ 8 വർഷങ്ങൾക്ക് ശേഷം കോടതി അയാളെ കുറ്റവിമുക്തനാക്കുമ്പോൾ മലയാള സിനിമയിൽ വച്ചൊഴിയേണ്ടി വന്ന സ്ഥാനങ്ങൾ തിരിച്ചുപിടിച്ച് കൂടുതൽ കരുത്തനായി ഒരു തിരിച്ചുവരവാണോ ദിലീപിനെ കാത്തിരിക്കുന്നത്?